മലയാളത്തിലെ ക്രൈം ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയ ഒരു പേരാണ് ഗോവിന്ദചാമി. ഈ ഡോക്യുമെൻ്ററിയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരാളുടെ ജീവിതം എങ്ങനെ കുറ്റത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഗോവിന്ദചാമി തമിഴ്നാട്ടിലെ നമ്മക്കൽ ജില്ലയിൽ പിറന്ന ഒരു ഗ്രാമീണ ബാലൻ. ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ ചെറിയ ചെറിയ മോഷണങ്ങൾ ആരംഭിച്ചു. പിന്നീട് അക്രമങ്ങളും അനേകം കേസിൽ പ്രതിയായി വിവിധ തവണ ജയിലിൽ കിടന്നു. 2011 ഫെബ്രുവരി 1 അന്നൊരു വൈകുന്നേരം 9:30 മണി സമയം ഈ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടപ്പുറത്ത് സിഗ്നൽ ലൈറ്റിൻ്റെ അടുത്ത് വെച്ചാണ് ഗോവിന്ദചാമി സൗമ്യയെ തള്ളിയിടുന്നതും പിന്നീട് ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നതും. ഇതിനുശേഷം വെള്ളത്തോൾ നഗർ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് കൂടി നടന്നു പോകുന്നതും പിന്നീട് നാട്ടുകാർ കാണുന്നത് രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന സൗമ്യ എന്ന പെൺകുട്ടിയാണ്. സൗമ്യ സ്ഥിരം എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് ഈ പാസഞ്ചർ ട്രെയിൻ കയറി ഷൊർണൂരിലേക്ക് വരും. അവിടെ നിന്നും ഓട്ടോ പിടിച്ച് കവലപ്പാറയിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകും. അന്ന് പക്ഷേ ആ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ മുളങ്കുംകാവ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. സൗമ്യ ആ കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കായി. അയാൾ അവളുടെ തൊട്ടടുത്ത് വന്ന് ഇരിക്കുകയായിരുന്നു. സംശയം തോന്നിയപ്പോൾ സൗമ്യ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. ആളൊഴിഞ്ഞ സ്ഥലം നോക്കി വെറും ഒറ്റ കൈവച്ച് ഈ നരദമൻ അവളെ ഉപദ്രവിക്കുകയായിരുന്നു. സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ച ഫോറൻസിക് ഷേളി വാസു പറയുന്നത് അമേരിക്കയിലെ ഒരു നരഭോജിയായ ക്രിമിനൽ കുറ്റവാളിയുടെ മുഖഛായയാണ് ഇയാൾക്കുള്ളത്. അയാളുടെ ലൈംഗിക സംതൃപ്തിക്കായി അയാൾ എന്തും ചെയ്യും എന്നാണ്. പൂർണ്ണ ആരോഗ്യവതിയായ സൗമ്യയെ ഒറ്റക്കൈ മാത്രമുള്ള ഇയാൾ കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്ത് പരിചയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൗമ്യ ഇയാളെ പേടിച്ച് ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്ത കമ്പിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഇയാൾ ആ ഡോർ അടച്ച് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും ഇവളെ തള്ളിയിട്ടത്. ഗോവിന്ദചാമി ഇന്ന് പുലർച്ചെ 1:15 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത്. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ ജയിലിൻ്റെ കമ്പികൾ മുറിച്ചുമാറ്റി ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കയ്യിലുള്ള വസ്ത്രങ്ങളുമായി മതിലിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ വലിയ കൂറ്റൻ മതിലിലേക്ക് വലിഞ്ഞു കയറുന്നു. മതിലിൻ്റെ മുകളിൽ സുരക്ഷയ്ക്കായി ഇരുമ്പ് കമ്പി ഫെൻസിംഗ് ഉണ്ട്. അത് തുണി വെച്ച് കെട്ടി പുറത്തേക്ക് ചാടുകയായിരുന്നു. സൗമ്യയുടെ അമ്മയ്ക്ക് ഈ വാർത്ത ഒരു ഷോക്ക് തന്നെയായിരുന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. വിവരങ്ങൾ അറിയണത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ പിന്നെ എങ്ങനെ എടുത്ത് ചാടി? ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. വളരെയധികം സംഘർഷം നിറഞ്ഞ നിമിഷങ്ങൾ. പക്ഷേ ആ ദുഷ്ടനെ പിടിക്കാൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ. രാഹുൽ പറഞ്ഞോളൂ. കിണറ്റിൽ നിന്നും ഗോവിന്ദചാമിയെ പിടികൂടി പോലീസ് വാനിൽ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലുള്ള അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരോട് കോടതി എന്തിനു കാരുണ്യം കാണിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. ഗോവിന്ദചാമിയെ ആദ്യം കോടതി മരണശിക്ഷയ്ക്കാണ് വിധിച്ചത്. പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചേർന്നാണ് അത് ജീവപര്യന്തം തടവാക്കി മാറ്റിയത്. പോലീസിൻ്റെയും നാട്ടുകാരുടെയും നല്ല സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഗോവിന്ദചാമിയെ നമുക്ക് വീണ്ടും പിടികൂടാൻ കഴിഞ്ഞത്. പുതിയൊരു കഥയുടെ തുടക്കവുമായി നമുക്ക് വീണ്ടും കാണാം.